ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ റെസിപ്പി നമുക്ക് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ റൈസ് റെസിപ്പിക്ക് നമുക്ക് എക്സ്ട്രാ കറിയൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് വീട്ടിലധികം പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗാർലിക് എഗ് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ്. അത് ഞാനൊരു കൈ നിറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നാടൻ വെളുത്തുള്ളി ചെറിയ ചെറിയ അല്ലിയില്ലേ, അതൊക്കെ നല്ല ഫ്ലേവർ ഉള്ളതായിരിക്കും. അപ്പോൾ അതരിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുനുകുന ചെറുതായിട്ട് അരിയില്ലേ, ഫ്രൈഡ് റൈസിനൊക്കെ അരിയണ പോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട കൂടി അടിച്ചിട്ട് വെക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് റൈസാണ് എടുക്കണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് 5-6 മുട്ട വരെ യൂസ് ചെയ്യാം. അല്ല 3 കപ്പ് അതിൻ്റെ ഇരട്ടി അളവിലുള്ളത് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് അത്ര അധികം മുട്ട 10 മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുട്ട എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു കടായോ അല്ലെങ്കിൽ നമ്മൾ ചൂട് കട്ടിയുള്ള ഏതെങ്കിലും പാത്രം അടപ്പത്തേക്ക് വെച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ. അല്ല വെച്ചെങ്കിൽ നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ല വെച്ചെങ്കിൽ നമുക്ക് സിസമി ഓയിലില്ലേ, നല്ലെണ്ണ, അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഗാർലിക്ക് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്ത് അത് വറുത്ത് കോരി മാറ്റി വെക്കാം കേട്ടോ. ഇനി അതേ സെയിം എണ്ണയിലേക്ക് നമ്മൾ മുട്ട അടിച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് കുറേ അങ്ങോട്ട് ഇളക്കി ഇപ്പം തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് സെറ്റായതിന് ശേഷം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് വലിയ വലിയ ചങ്ക്സ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് റൈസിൻ്റെ ഇടയിൽ ഇങ്ങനെ നന്നായിട്ട് ഒരു ബൈറ്റ് വരാൻ വേണ്ടിയിട്ട് അതുപോലെ രീതിയിലായിട്ട് എടുക്കാവും നല്ലത് കേട്ടോ. അല്ലെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ കുത്തിപ്പൊരി പോലെ ആക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വായിലേക്ക് വന്നൊന്നും വരില്ല. അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തലേദിവസം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന റൈസാണ് കേട്ടോ. ഞാൻ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതെടുത്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ വെളുത്തുള്ളി, അത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്ത വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ആ കണക്ക് അളവിൽ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് സോയാ സോസ്, 1 ടീസ്പൂണ് സോയാ സോസും അതുപോലെ തന്നെ 2 ടീസ്പൂൺ അളവിൽ വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഓരോ ടീസ്പൂൺ വീതം ഒഴിച്ചു കൊടുത്തിട്ട് റൈസിലെല്ലാവർക്കും നന്നായിട്ട് കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് 1 ടീസ്പൂണ് അളവിൽ കുരുമുളക് പൊടി ചേർത്തെടുക്കാം. അതുപോലെ തന്നെ ഈ ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എല്ലാറ്റിലും ഉപ്പിട്ടുള്ളതായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലി ചേർത്ത് കൊടുക്കാനുള്ളത് സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊരു കൈപ്പിടി അളവിൽ നിറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഡിന്നറിനായാലും ലഞ്ചിനൊക്കെ ആയാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.